നമസ്കാരം. ന്യൂസ് മലയാളം 24/7 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര ജെയിംസ്. പ്രാതൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. JP നദ്ദ BJP അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കും. കാലാവധി ഈ മാസം അവസാനം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശിവരാജ് സിംഗ് ചൌഹാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ കോൺഗ്രസ് സമ്മർദ്ദം. പ്രവർത്തക സമിതിയിൽ ആവശ്യം ഉന്നയിക്കും. രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി എന്നിവർക്ക് സാധ്യത. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാർ ശനിയാഴ്ച അധികാരത്തിലേറും. സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി BJP. 7-ാം തീയതി BJP അംഗങ്ങളുടെ യോഗം. NDA യോഗത്തിൽ പിന്തുണ അറിയിച്ച നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. BJP MPമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. യോഗം ചേരുക വൈകിട്ട് BJP ആസ്ഥാനത്ത്. NDA MPമാരുടെ യോഗം നാളെ. മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം പരമാവധി മുതലെടുക്കാനൊരുങ്ങി ജനതാദൾ. നിതീഷ് കുമാർ കണ്ണുവെക്കുന്നത് റെയിൽവേ ഉൾപ്പെടെ 3 പ്രധാന വകുപ്പുകളിൽ. JDUവിന് ആകെയുള്ളത് 12 സീറ്റുകൾ. അയൽ രാജ്യ തലവന്മാരെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ച നരേന്ദ്രമോദി. റെനിൽ വിക്രമസിംഗെ, ഷെയ്ഖ് ഹസീന എന്നിവർക്ക് ക്ഷണം. ഭൂട്ടാൻ രാജാവ്, നേപ്പാൾ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിൻ, ഋഷി സുനക് എന്നിവരെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഉത്തരമില്ലാതെ US സ്റ്റേറ്റ് വിഭാഗം വക്താവ് മാത്യു മില്ലർ. ഒഡീഷയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി BJP. 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ഒഡീഷ BJP നേതൃത്വം. BJP അധികാരത്തിലെത്തുന്നത് 24 വർഷത്തെ തുടർച്ചയായ BJD ഭരണത്തിന് അന്ത്യം കുറിച്ച്. തോൽവിയിൽ ന്യായീകരണവുമായി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചതല്ല തമിഴ്നാട്ടിൽ BJPയുടെ മോശം പ്രകടനത്തിന് കാരണം. AIADMKയുമായുള്ള സഖ്യം മുൻകാലങ്ങളിൽ ഫലം കണ്ടില്ലെന്നും അതിനാൽ ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യമില്ലെന്നും അണ്ണാമലൈ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്കെന്ന് സൂചന. പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച. കേന്ദ്രമന്ത്രി സ്ഥാനം BJP നേതൃത്വമാണ് തീരുമാനിക്കുകയെന്ന് സുരേഷ് ഗോപി. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ കുടുങ്ങി 9 പേർ മരിച്ചു. 13 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിയത് ബംഗളൂരുവിൽ നിന്നുള്ള സംഘം. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം. നവജാത ശിശു മരിച്ചത് അനാസ്ഥ മൂലമെന്ന് ആരോപണം. വെന്റിലേറ്ററിലേക്ക് മാറ്റിയ കുഞ്ഞിനെ പിന്നീട് കാണാൻ അനുവദിച്ചില്ലെന്നും ആരോപണം. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി KT ജലീൽ. നികുതി വർധനയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാത്തതും പാർട്ടിക്ക് തിരിച്ചടിയായി. പോലീസിന്റെ വഴിവിട്ട പെരുമാറ്റം സർക്കാരിനെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നും ജലീൽ.
വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ. മുസ്ലിം ലീഗിനെതിരായ നീക്കം മയപ്പെടുത്തി സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി. പിന്മാറ്റം ഇടതനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മികച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ CPIM-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴമാപിനിയിൽ 28-ന് രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴ. മേഘവിസ്ഫോടനം സ്ഥിരീകരിച്ചത് ക്യുസാറ്റ് ശാസ്ത്രജ്ഞർ. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കടുത്ത ചൂടിൽ പൊള്ളിയ ഡൽഹിക്ക് ആശ്വാസമായി മഴ. മഴ പെയ്തത് പല ഭാഗത്തും ജലക്ഷാമം രൂക്ഷമായിരിക്കെ രാജ്യതലസ്ഥാനത്ത് താപനില ഉയർന്നത് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. ഡൊണാൾഡ് ട്രംപിനെതിരായ തെരഞ്ഞെടുപ്പ് ഇടപെടൽ കേസ് താത്കാലികമായി നിർത്തി ജോർജിയ കോടതി. ക്രിമിനൽ കേസ് നിർത്തിയത് പ്രോസിക്യൂട്ടർ ഫാനി വില്ലേസിനെ അയോഗ്യനാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഹർജി പരിഗണിക്കവേ തെരഞ്ഞെടുപ്പിന് മുൻപ് കേസിൽ വിധി പറയാനുള്ള സാധ്യത മങ്ങി. നാസയുടെ ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർലൈനറിന്റെ വിക്ഷേപണം വിജയം. പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുക ഇന്ന്. സഞ്ചാരികൾ മടങ്ങുക 10 ദിവസത്തിന് ശേഷം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിനൊരുങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി. കുവൈറ്റിനെതിരെയുള്ള ഇന്നത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് താരം. മത്സരം രാത്രി 7 മണിക്ക് കൊൽക്കത്തയിൽ. 39-കാരനായ ഛേത്രി ഇന്ത്യക്കായി 150 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത് 94 ഗോളുകൾ.